അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ബീഫ് റോസ്റ്റും നമ്മുടെ പഴംപൊരിയും ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1.5 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അത് ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 1.5 കിലോയ്ക്കുള്ള മസാലയുടെ അളവുകളാണ് പറയുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവുള്ള പിരിയമുളകിൻ്റെ പൊടി. എരിവുള്ള മുളക് പൊടിയാണ് ഒരു 3/4 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവുള്ള മല്ലിപ്പൊടി, അതുപോലെ നമുക്ക് ഒരു 1/2 തൊട്ട് 3/4 ടേബിൾ സ്പൂൺ വരെയുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു അളവൊന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എത്ര ഇട്ടാലും ടേസ്റ്റാണ്. അപ്പം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഇപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കണമെന്നില്ല, ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മസാല ആക്കുന്ന സമയത്ത് വേണമെങ്കിൽ പിന്നീട് ഉപ്പാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്ക് ആ മസാല ആക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മിനിമം മസാലകൾ ഇട്ടിട്ട് നമ്മൾ ഈ ബീഫിനെ വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കണമെന്നില്ല, പേടിയുള്ളവർക്ക് മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അവരവരുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ തീരുമാനിക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ബീഫിന് നമുക്കൊരു 2 വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടാറുണ്ട്. അപ്പം ബീഫിൻ്റെ വേവ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വേവിക്കാനായിട്ട് നമുക്ക് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല ആ സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ബീഫും വെന്ത് കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഞാൻ കീറി വെച്ചിരിക്കുന്ന 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വാടി വരും, പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അത് വാടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 3 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കട്ടി കുറച്ചരിയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും. അപ്പോൾ അത് വാട്ടുന്നതിന് മുമ്പ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ. വളരെ കുറച്ച് ഉപ്പ് അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും, ഫ്രൈ ആവേണ്ട കാര്യമില്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച കുത്തൊന്ന് പോകുന്നോടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെയാവും. ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് സവോള കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് വളരെ കുറച്ച് മസാലകളാണ്. നമ്മൾ ഓൾറെഡി ആ ബീഫ് വേവിക്കുമ്പോൾ മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള മീറ്റ് മസാല, നിങ്ങളുടെ ഏത് കമ്പനിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇന്ന കമ്പനിയൊന്നുമില്ല, ഒരു മീറ്റ് മസാല ആയാൽ മതി. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് ഇപ്പോഴാണ് ഇനിയിപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നന്നായിട്ട് സ്പൈസി ആവണമെന്നുള്ളവർ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി, അതുപോലെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുരുമുളക് പൊടിയുടെ ഗരം മസാലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം, കുരുമുളകിന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് റെഡി ആകുന്നതോടെ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം, എല്ലാം പെട്ടെന്ന് തന്നെ അത് ക്ലബ്ബായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇത് നന്നായിട്ട് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആ ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഓൾറെഡി 2 വിസിൽ വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫിൻ്റെ പ്രഷർ പോകാൻ താമസം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തീ അങ്ങോട്ട് ഓഫാക്കി വെച്ചാലും മതിയാവും. എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ പ്രഷറൊക്കെ പോയി ഇപ്പം നമ്മൾ വീണ്ടും സ്റ്റൗ ഓണാക്കിയിട്ട് വേവിച്ച് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വെള്ളത്തോടു കൂടി തന്നെ ആ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആ ബീഫ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മസാല ടേസ്റ്റൊക്കെ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് മസാല വേണമെങ്കിലും ഉപ്പ് വേണമെങ്കിലും ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് വേണം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം.
അപ്പം ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 നല്ല പഴുത്ത തക്കാളി സ്ക്വയർ കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു തക്കാളി. ഇത് നമുക്ക് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 8 പഴം ഒരു 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിനകത്തേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 3/4 കപ്പ് അളവിലുള്ള കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കടലമാവില്ല എന്നുണ്ടെങ്കിൽ പകരം മൈദ എടുത്താലും മതിയാവും. അതുപോലെ തന്നെ ഞാനൊരു ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവുള്ള അരിപ്പൊടി, ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, വളരെ കുറച്ച് മാത്രം ഉപ്പ് മതിയാവും. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതിപ്പം ഒരുപാട് മധുരം ചേർക്കേണ്ട കാര്യം, ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് ബീഫിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കണ്ടമാനം മധുരത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, അത് നമുക്ക് ഒന്ന് പൊള്ളി വരാനൊക്കെ ആയിട്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നതാണ്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ അതിന് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ അതുപോലെ ഞാനിവിടെ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറുത്ത എള്ള ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു നമ്മുടെ ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ, അതായത് നമ്മുടെ പഴത്തിൽ ആ കോട്ടിങ് പിടിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ അത് ഇതിന് ശേഷം ഇടയ്ക്ക് ബീഫൊന്ന് തുറന്ന് ഇറക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബീഫ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതിൽ കുറച്ച് ഗ്രേവി വേണം. പിന്നെ ഈ സമയത്ത് ഉപ്പ്, കുരുമുളക് പൊടിയോ മസാലയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ഏലക്കാട പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴത്തേക്കും നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറക്കുന്നത്. അത് എണ്ണ പാനിനകത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ആ കൂട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അറ്റ ടൈമിൽ നമുക്കൊരു 5-8 എണ്ണം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഓരോന്ന് പിറക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. ഇപ്പം മൊത്തം ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം വേണം ഇടാനായിട്ട് ഓരോ തവണയായിട്ട് കോരി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ചൂടായതിന് ശേഷം മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. അപ്പം നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ആ പഴം നമ്മൾക്ക് മാവിൽ മുക്കിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഈ നമ്മുടെ പഴംപൊരി എണ്ണ കുടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യണം. എത്ര എണ്ണം നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ എണ്ണേനെയും ചട്ടീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആദ്യത്തെ ട്രിപ്പിൽ ഒരു 5 എണ്ണമാണ് ഇട്ടത്. അപ്പോൾ 5 എണ്ണം ഇട്ടതിന് ശേഷം നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് പതുക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ എന്നാലും നന്നായിട്ട് വേഗമുള്ളൂ. അപ്പോൾ കടലമാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം മൈദ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. അപ്പം ഇത് ബീഫ് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു ബീഫ് റോസ്റ്റ്. 2 കീറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി മീഡിയം സൈസ് തക്കാളിയും കൂടെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഴംപൊരി കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ പഴംപൊരി എടുത്ത് വച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ബീഫും കൂടെ കോരിയിട്ടതിന് ശേഷം നന്നായിട്ട് ബീഫും പഴംപൊരിയും കൂടെ കൂട്ടി കഴിക്കാം. നല്ല കിടു കോമ്പിനേഷനാണ്, നല്ല അടാറ് ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്